കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 300ഓളം വീടുകളെന്ന് പറയാൻ പറ്റില്ല സികേഷ്, കുടിലുകളാണ്. ആ പ്രദേശത്തിൻ്റെ ആ ഒരു എന്താ പറയുക മൊഹല്ല എന്ന് അതിലൊന്നിൻ്റെ പേര് തന്നെ ഫക്കീർ നഗർ എന്നാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രർ എന്നാണ്. ദരിദ്രർ താമസിക്കുന്ന യാചകരായിട്ടുള്ള മനുഷ്യർ, ആക്രി പെറുക്കി ജീവിക്കുന്ന മനുഷ്യർ, തെരുവ് കച്ചവടം നടത്തുന്ന, റിക്ഷ വലിക്കുന്ന, ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ നിലക്കും സാമൂഹികമായും സാമ്പത്തികമായും ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഒരു ചേരി പ്രദേശമാണത്. അത് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്, പിന്നെ പിന്നോക്ക ദലിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്നു, പൂർണ്ണമായിട്ടത് ബുൾഡോസ് ചെയ്യുന്നു. 3000ഓളം ആളുകൾ ഹോംലെസ് ആയി എന്നാണ്. 3000ഓളം ആളുകൾ ഹോംലെസ് ആകുന്ന എന്ത് ചെയ്യാൻ പറ്റും? അതും ഇത് തണുപ്പ് കാലമെന്ന് ഓർക്കണം. മരം കോച്ചുന്ന തണുപ്പാണ്. രോഗികളുണ്ട്, വൃദ്ധരുണ്ട്, സ്ത്രീകളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികളുണ്ട്. ഒരു നിലക്കും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു നടപടി. അവിടെ അവർ അതിന് ന്യായം പറയുന്നത് ഇവരാണ്, ബാംഗ്ലൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, BDA ആണ് ഈ അവിടെ ഒരു സിവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് സർക്കാർ സ്ഥലമാണ്, അത് എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ് ഇവർ എന്നാണ് ഈ BDAയുടെ അവകാശവാദം. ഇവിടുത്തെ താമസക്കാരായ ആളുകൾ പറയുന്നത്, ഞങ്ങൾ 30 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, വോട്ടർ ID ഉണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത ആളുകളാണ്, പലർക്കും അവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്, ഗ്യാസ് കണക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എൻക്രോച്ച്ഡ് ലാൻഡിലാണ് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഇനി എൻക്രോച്ച്ഡ് ലാൻഡാണ് എന്ന് തന്നെ വിചാരിക്കുക. ഇങ്ങനെയാണ് ഒരു സർക്കാർ പെരുമാറേണ്ടത്? സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന ഏറ്റവും ദുർബലരായ മനുഷ്യരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഗാന്ധിജിയുടെ വളരെ പ്രശസ്തമായ വാചകമുണ്ട്, നമ്മളൊരു നയം ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? ഏറ്റവും ദുർബലരായ മനുഷ്യർ അതെങ്ങനെയാണ് ബാധിക്കുക എന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതെന്ന് പറയുന്നത്. ഈ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ തന്നെ എൻക്രോച്ച്ഡ് ലാൻഡിലാണ് അവരുള്ളതെന്ന് വിചാരിക്കുക. ഭരണകൂടം ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അവർക്ക് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ഉറപ്പാക്കിയതിന് ശേഷം ആ ലാൻഡ് എടുക്കുക എന്നുള്ളതാണ് ഒരു ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ യാതൊരു സംഗതി ഉണ്ടായില്ല. നോക്കൂ, ഈ പറയുന്ന ന്യായം ഉണ്ടല്ലോ, എൻക്രോച്ച്ഡ് ലാൻഡാണ് എന്നുള്ള ന്യായം, ഇത് തന്നെയാണ് ഉത്തരേന്ത്യയിലെ ഈ സംഘപരിവാർ ഭരണകൂടം എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും മാരകമായിട്ടുള്ള ഈ എവിക്ഷൻ ഡ്രൈവായിരുന്നു ഹൽദാനിയിൽ നടന്നത്, ഇവിടെ ഉത്തരാഖണ്ഡിൽ നടന്നത്. സുപ്രീം കോടതി ഇടപെട്ട് നിർത്തിവെച്ചു. റെയിൽവേ കോളനിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ന്യായം എന്താണ്? അത് റെയിൽവേ ഭൂമിയാണെന്നുള്ളതാണ്. അവിടെ സർക്കാരിൻ്റെ തന്നെ സർക്കാർ സ്കൂൾ വരെ അവിടെ ഉണ്ടെന്നുള്ള വേറെ തമാശയുണ്ട്. പക്ഷേ അത് റെയിൽവേ പഴയ രേഖകളൊക്കെ വെച്ച് ഒരു പക്ഷേ സാങ്കേതികമായി ഇത് സർക്കാർ ഭൂമിയാണ്, റവന്യൂ ഭൂമിയാണ് എന്ന് സമർത്ഥിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ബാംഗ്ലൂർ, ഇതിന് ഔട്ടർ ബാംഗ്ലൂരിലൊരു ഏരിയയാണ്. ബാംഗ്ലൂർ ഒരു സീവേജ് പ്ലാന്റ് ഉണ്ടാക്കാൻ സർക്കാരിന് സ്ഥലം കിട്ടാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ടാക്കണം എന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹമെങ്കിൽ അവരെ പുനരധിവസിച്ചും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ആ നിലക്കുള്ള യാതൊരു ആലോചനയുമില്ലാതെ എന്താണോ യോഗിയെപ്പോലുള്ള സർക്കാരുകളും ഉത്തരേന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കർണാടക സർക്കാർ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അതിലൊരു സംശയമില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയുമൊക്കെ മുഹബത്ത് കി ദുഃഖാനെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായും നൈതികമായും രാഷ്ട്രീയമായും അവരെ ദുർബലപ്പെടുത്തുന്ന സന്ദർഭമാണ്. എങ്ങനെ അവർ ഈ പറയുന്ന സംഘ് പരിവാർ ഭരണകൂടങ്ങൾ, BJP സർക്കാരുകളുടെ ബുൾഡോസ് രാജിനെക്കുറിച്ച് എങ്ങനെ ഇനി സംസാരിക്കുമെന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം ഇപ്പം പരമേശ്വരയുടെ പ്രസ്താവനയെ തിരുത്താൻ ചിദംബരം രംഗത്ത് വന്നു. ഇവിടെ സർക്കാർ എടുത്തിരിക്കുന്ന നടപടിയെ എങ്ങനെ തിരുത്തും എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അത് തിരുത്തിക്കുക, അത് തിരുത്തുന്നത് വരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നമുക്ക് കർണാടകയിലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ അവരൊരു നിയമം പാസ്സാക്കുന്നത്. സംഘ് പരിവാറിൻ്റെ ഹെയ്റ്റ് ക്യാമ്പയിനെതിരെ ശക്തമായ നടപടികളെടുത്ത് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പല പോസിറ്റീവ് സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്നൊരു സർക്കാരാണ്. പക്ഷേ ഈ കാര്യത്തിൽ എന്താണോ യോഗി ആദിത്യനാഥ് ചെയ്യുന്ന അതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടും. കേരളത്തിലെ സൈബർ സ്പേസിൽ ഇത് വലിയ വിഷയമാകുന്നുണ്ട്. CPMൻ്റെ സൈബർ ഹാൻഡിലുകൾ എന്നെ ടാഗ് ചെയ്തുകൊണ്ട് ഞാനാണ് ഈ എവിക്ഷൻ ഡ്രൈവ് നടത്തിയത് എന്ന മട്ടിൽ പോലെ ഇത് വന്നിട്ടുണ്ട്. CPMമാർ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തോട് പ്രതിഷേധമുള്ള ആളാണെങ്കിൽ ബാംഗ്ലൂരിലൊരു മിനിമം സായാഹ്ന ധർണയെങ്കിലും നടത്താൻ ഈ സമയം ചിലവഴിക്കണമെന്ന് ഞാൻ പറയാം. CPMO ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. അതൊരു ഒരു ജനകീയ
വിഷയമാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാം? അത് മൂലധനം കുറഞ്ഞ, സാമൂഹിക മൂലധനവും സാമ്പത്തിക മൂലധനവും കുറഞ്ഞ ഏറ്റവും ദുർബലരായ മനുഷ്യരാണ്. അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും രംഗത്ത് വരുന്നില്ല എന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വലിയൊരു ദുരന്ത കാഴ്ച കൂടെയാണ്. മുഹബത്ത് കി ദുഃഖാനെക്കുറിച്ച് സംസാരിച്ച രാഹുൽ ഗാന്ധിയെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കണമെന്നാണ്.